2018 പ്രളയം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, അല്ലാതെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല. കേരളത്തിലുണ്ടായത് 40,000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത്. ജനങ്ങൾക്കുണ്ടായ നഷ്ടം വേറെ. അത് ഉണ്ടാക്കി വെച്ച ആളുകളോട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇവിടുത്തെ NDA മുന്നണിയോ പ്രതിപക്ഷ കോൺഗ്രസ് മുന്നണിയോ UDF തയ്യാറായില്ല. അതിപ്പോഴാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇതിന് റെസ്പോൺസിബിൾ ആണെന്നും അവർ കോമ്പൻസേറ്റ് ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികളായ ആളുകൾ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ മന്ത്രിയാകട്ടെ, ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും അവർക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളും എടുക്കാൻ സാധിക്കും. തുടർന്ന് 20 MP ലോക്സഭയിലുണ്ടല്ലോ, അവർ ലോക്സഭയിൽ പറയട്ടെ കേന്ദ്ര സർക്കാർ എൻ്റെ കേസിനെ പിന്തുണയ്ക്കണമെന്ന്. പരിഹാരം ഇമ്മീഡിയറ്റ് ആണ്. പറയാനുള്ള നട്ടല്ലോ ചങ്കുറപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ടോ? മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവും ഈ മുല്ലപ്പെരിയാർ വിഷയത്തേക്കാൾ വലുതല്ല. ഈയിടെ ശ്രീ മാത്യു കുഴൽനാടൻ MLA അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. അതായത് 2018 പ്രളയം എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, അല്ലാതെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല. ഇത് മനസ്സിലാക്കാൻ അതിൽ വലിയ ബുദ്ധി വല്ലതും വേണോ? 2018 ഇദ്ദേഹം എന്താണ് പ്രതികരിക്കാതിരുന്നത്? 2018 ശ്രീ കൃഷ്ണൻകുട്ടി, അടുത്ത മന്ത്രി, ഈ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രി, അദ്ദേഹം 2018 പ്രതികരിക്കാതിരുന്നത് എന്താണ്? ഇവിടുത്തെ പ്രതിപക്ഷം ടോട്ടലി പ്രതികരിക്കാതിരുന്നത് എന്താണ്? NDA എന്താണ് പ്രതികരിക്കാതിരുന്നത്? ഇവിടെ BJP ഉണ്ടായിരുന്നില്ല 2018. അപ്പോൾ ആകപ്പാടെ പ്രതികരിച്ചത് അഡ്വക്കേറ്റ് റസൽ ജോയി എന്ന് അഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയും. ആ 2018 പ്രളയം ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. അതുകൊണ്ട് ആ പ്രളയമുണ്ടാക്കിയ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും തൽസ്ഥാനങ്ങളിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് 1500 ആളുകൾ മരിച്ചിട്ടുണ്ട്, എണ്ണമറ്റ കെട്ടിടങ്ങൾ വീണിട്ടുണ്ട്, എല്ലാ നാൽക്കാലികളും പക്ഷികളുമൊക്കെ ചത്തുപോയിട്ടുണ്ട്. കേരളത്തിലുണ്ടായത് 40,000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത്. ജനങ്ങൾക്കുണ്ടായ നഷ്ടം വേറെ. അത് ഉണ്ടാക്കി വെച്ച ആളുകളോട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ഇവിടുത്തെ NDA മുന്നണിയോ പ്രതിപക്ഷ കോൺഗ്രസ് മുന്നണിയോ UDF തയ്യാറായില്ല. അതിപ്പോഴാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണപക്ഷത്തുനിന്നും പറയുന്നുണ്ട്, പ്രതിപക്ഷത്തുനിന്നും പറയുന്നുണ്ട്. ഇപ്പോഴാണ് അത് പറയേണ്ടത്. അന്ന് ഞാൻ തൽക്ഷണം 2018 പ്രളയം കഴിഞ്ഞ ഉടനെ തന്നെ അതിന് കാരണക്കാരായ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും തൽസ്ഥാനത്തിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കോവാറൻ്റ് റിട്ട് കൊടുത്തു. അതിന് ഞാൻ സപ്പോർട്ടിംഗ് ആയിട്ട് സ്വീകരിച്ചത് കോടതി തന്നെ നിയമിച്ച ഒരു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടാണ്. അമിക്കസ് ക്യൂറി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്, ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല എന്ന് അമിക്കസ് ക്യൂറി വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ കോവാറൻ്റ് റിട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അപ്പോൾ കോവാറൻ്റ് റിട്ട് വന്നപ്പോൾ കോടതി കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഈ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. റിപ്പോർട്ട് കോടതിയിൽ വന്നിരുന്നുവെങ്കിലും അത് കോടതി ആക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഒരു ടെക്നിക്കൽ റീസൺ പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോവാറൻ്റ് റിട്ട് ഡിസ്പോസ് ചെയ്തത്. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിശക്തമായിട്ട് പ്രതിഷേധിച്ചു. ഇവിടെ പ്രതിപക്ഷം പ്രതിഷേധിക്കാതിരുന്ന ഒരു സമയത്ത് ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ ജനങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ആലുവയിൽ, ഇപ്പോൾ എൻ്റെ നാട്ടിലെ ആലുവയിൽ ഒരുപാട് ആശുപത്രികൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പിന്നെ ജനങ്ങളുടെ ഒരുപാട് സ്വത്തുവകകൾ വെള്ളത്തിൽ ചെളിയിൽ നിറഞ്ഞു, നഷ്ടമുണ്ടായി. അങ്ങനെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു. ആ റിട്ട് പെറ്റീഷൻ ഇപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് ആ റിട്ട് പെറ്റീഷനിൽ വിധി വന്നിട്ടുണ്ട്.
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇതിന് റെസ്പോൺസിബിൾ ആണെന്നും അവർ കോമ്പൻസേറ്റ് ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ആർക്കൊക്കെ കേരളത്തിൽ ഈ 2018 പ്രളയം കൊണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ ആ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്ന് ഈടാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ ചെയ്യാം. ഇതിന് ഉത്തരവാദികളായ ആളുകൾ, ഉദ്യോഗസ്ഥന്മാരാകട്ടെ മന്ത്രിയാകട്ടെ, ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും അവർക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളും എടുക്കാൻ സാധിക്കും. അത്ര വലിയൊരു ദ്രോഹമാണ് ഈ നാടിനോട്, നമ്മുടെ പ്രകൃതിയോടും മനുഷ്യരോട്, സമസ്ത ജീവജാലങ്ങളോടും ഈ അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ് ചെയ്തത്, അന്ന് അവരുടെ പിണിയാണികളായിട്ട് നിന്ന ഉദ്യോഗസ്ഥന്മാരും ചെയ്തത്. സർക്കാരിനെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ മൊത്തം നിയന്ത്രിക്കുന്നത് ഈ കരിമണൽ മാഫിയാണെന്ന് ഈ അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കരിമണൽ ഒഴുകി പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ സ്പിൽവേ അടച്ചു തന്നെ വെച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഡാംസ് 84 ഡാംസ് ഉണ്ട്. ഡാംസിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർപ്പസ് പ്രളയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പർപ്പസല്ല, മെയിൻ പർപ്പസ് പ്രളയം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് സാധിച്ചില്ലല്ലോ. 84 ഡാംസും ഉണ്ടായിട്ട് പ്രളയം നിയന്ത്രിക്കാൻ ഡാമിൻ്റെ വെരി പർപ്പസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ. അപ്പോൾ എന്താ കെടുകാര്യസ്ഥത, മിസ്മാനേജ്മെൻറ്റ് അതാ ഉള്ളത്. അതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കണമായിരുന്നു. ഇപ്പോഴല്ല, 2018 കഴിഞ്ഞിട്ട് എത്ര വർഷമായി. അന്നെന്താണ് ഇവരെല്ലാവരും ശ്രീ കുഴൽനാടനും ശ്രീ കൃഷ്ണൻകുട്ടിയും ഒക്കെ പ്രതികരിക്കാതിരുന്നത്? എന്താണ് ഇവിടുത്തെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കാതെ എന്താണ്? ഇവിടെ മതവും ജാതിയും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ പ്രതികരിക്കാതിരുന്നത് എന്താണ്? സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മതസ്പർദ്ധയും ജാതിസ്പർദ്ധയും ഉള്ളൂ അതിൻ്റെ അകത്ത് നിറയെ. അവരാരെങ്കിലും പ്രതികരിച്ചോ ഈ വിഷയത്തിൽ? അതാണ് നമ്മുടെ ഒരു ശാപം. പ്രതികരണശേഷിയില്ലാത്ത നപുംസകങ്ങളായ കുറേ ആളുകൾ, അതാണ് നമ്മുടെ ശാപം. നമ്മളിപ്പോൾ കേസ് വിജയിക്കുന്നുള്ള രീതിയിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ചോദിച്ചു, 130 വർഷം പഴക്കമായില്ലേ, ഇത് പൊളിച്ചു കളയാതിരിക്കാൻ എന്താ കാരണം? അത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എതിർകക്ഷികളായ സെൻട്രൽ ഗവൺമെൻറ്റിനോടും തമിഴ്നാട് ഗവൺമെൻറ്റിനോടും കേരള ഗവൺമെൻറ്റിനോടും പറഞ്ഞിരിക്കുന്നത് 130 വർഷം പഴക്കമായ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കോടതിയിൽ ഒന്ന് ബോധിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ കോടതി എവിടം വരെ എത്തി? പൊളിച്ചു കളയണം എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തി. അത്രയും എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരും ഒന്ന് പറയട്ടെ, ഈ പറയുന്ന ഈ പ്രതിഷേധിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ കുറച്ചുകൂടെ ഉച്ചത്തിൽ നിയമസഭയിൽ പറയട്ടെ, എൻ്റെ സർക്കാരിനെ അല്ല എൻ്റെ കേസിനെ കേരള സർക്കാർ പിന്തുണയ്ക്കുമെന്ന് പറയട്ടെ. ഇവിടെ നിന്ന് 20 MP ലോക്സഭയിലുണ്ടല്ലോ, അവർ ലോക്സഭയിൽ പറയട്ടെ കേന്ദ്ര സർക്കാർ എൻ്റെ കേസിനെ പിന്തുണയ്ക്കണമെന്ന്. പരിഹാരം ഇമ്മീഡിയറ്റാണ്. പറയാനുള്ള നട്ടല്ലോ ചങ്കുറപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ടോ? ഏതായാലും ഈ രാഷ്ട്രീയക്കാർ പറയേണ്ട ഒരു കാര്യം ഒരു വ്യക്തി പറയേണ്ടി വന്നത് ഇവരുടെ ദൗർബല്യം കൊണ്ടാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യാനെങ്കിലും ഇവർ സന്നദ്ധരാവണ്ടേ? ഒരു നിസ്സംഗത പാലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കോടതിയുടെ ചോദ്യം, ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 13 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഇതാണ്, ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയണമെന്ന്. ഇവരെത്രയും പെട്ടെന്ന് പറയണം. ഇവരെത്ര നാളെ, ഒക്ടോബർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 5-6 മാസമായില്ലേ, ഇതുവരെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടോ? അത് പറയാനാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും സാമുദായിക സംഘടനകളും മതസംഘടനകളും ഈ നാടിനെ, കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ശ്രമിക്കേണ്ടത് ആ ഒരു കാര്യത്തിനാണ്. മുല്ലപ്പെരിയാർ വിഷയത്തേക്കാൾ വലിയൊരു പ്രശ്നമൊന്നും കേരളത്തിലില്ല. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവും ഈ മുല്ലപ്പെരിയാർ വിഷയത്തേക്കാൾ വലുതല്ല. മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം തകർന്നാൽ എന്താ സംഭവിക്കുന്നത്? 1 ലക്ഷത്തോളം ഫാക്ടറികൾ ഇതിൻ്റെ അടിയിലുണ്ട്. വെള്ളം വന്ന് കല്ലും മണ്ണും വന്ന് മലകളെ മറച്ചുകൊണ്ട് വന്നതൊക്കെ പോട്ടെ, 1 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. അതിൽ തന്നെ ആയിരക്കണക്കിന് ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറീസാണ്. ഈഥെയിൻ പോലെയുള്ള വിഷ ദ്രാവകങ്ങളും വാതകങ്ങളും സംഭരിച്ചു വച്ചിരിക്കുന്ന, ലിക്വിഡ് ഫോമിലും ഗ്യാസ് ഫോമിലും സംഭരിച്ചു വച്ചിരിക്കുന്ന അനവധി ഫാക്ടറികൾ ഇവിടെയുണ്ട്. അതിൽ ഒരെണ്ണം, ആയിരക്കണക്കിനുണ്ട്, ഒരെണ്ണം തകർന്നാൽ തന്നെ കേരളം മുഴുവൻ പോയില്ലേ? ബോർഡർ ഡിസ്ട്രിക്റ്റ് ഓഫ് തമിഴ്നാട്, ബോർഡർ ഡിസ്ട്രിക്റ്റ് ഓഫ് കർണാടക, അവിടെയുള്ള ജനങ്ങളൊക്കെ ഈ വിഷവാതകം ശ്വസിച്ച് മരിക്കത്തില്ലേ? ഭോപ്പാൽ ട്രാജഡി എവിടെ കിടക്കുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ? ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ആയിരിക്കും അത്. ജനങ്ങൾ വിഷവാതകം ശ്വസിച്ച് കേരളത്തിലെ
45 മില്യൺ ആൾക്കാർ വീഴുന്ന ഒരു കാഴ്ച നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്ക്. ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ ഈ പറയുന്ന ഈ നിമിഷം പോലും ഇത് സംഭവിക്കാം. നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഉറക്കെ കരയെങ്കിലും വേണ്ടേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉറക്കെ ഒന്ന് കരയി ഈ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബോധം ഉണ്ടാവട്ടെ. പോരാട്ടം അവസാനിപ്പിക്കാറായിട്ടുണ്ട്, ഇനി തുടരേണ്ടി വരില്ല. ഇതിനൊരു പരിഹാരം അടുത്ത കോടതിയുടെ തീരുമാനത്തിലൂടെ ഉണ്ടാവും.